വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടു എക്സ്ട്രാക്ട് അലുമിനിയം, അലുമിന ഈസ് മിക്സ്ഡ് വിത്ത് ക്രയോലൈറ്റ്. അലുമിനിയത്തിന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അലുമിന ക്രയോലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്യും. അലുമിനിയത്തിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അലുമിനിയത്തിന്റെ വ്യാവസായിക നിർമ്മാണം എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തെന്നാ, നമ്മള് അലുമിനിയത്തിന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനയെ വൈദ്യുത വിശ്ലേഷണം ചെയ്യും. ഓക്കെ, ടു എക്സ്ട്രാക്ട് അലുമിനിയം, അലുമിന ഈസ് മിക്സ്ഡ് വിത്ത് ക്രയോലൈറ്റ്. ആ സമയത്ത് അലുമിനിയനെ നമ്മൾ ആരായിട്ട് മിക്സ് ചെയ്യും? ക്രയോലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, അലുമിനയുടെ വ്യാവസായിക നിർമ്മാണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലുമിനയുടെ ഇലക്ട്രോളിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ഇലക്ട്രോളിസിസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അലുമിനയിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അലുമിനയുടെ വൈദ്യുത വിശ്ലേഷണ വേളയില് അലുമിന ഈസ് മിക്സ്ഡ് വിത്ത് ക്രയോലൈറ്റ്. അലുമിനയിലേക്ക് നമ്മൾ എന്ത് ചേർക്കും? ക്രയോലൈറ്റ് ചേർക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലുമിന? എന്തിനാണ് ക്രയോലൈറ്റ് അലുമിനയിലേക്ക് ആഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിക്രീസ് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമ്മുടെ ഈ അലുമിനയുടെ ദ്രവണാങ്കം കുറയ്ക്കാനും അതിന്റെ വൈദ്യുത ചാലകത കൂട്ടാനും വേണ്ടിയിട്ടാണ് ക്രയോലൈറ്റ് നമ്മൾ അലുമിനയിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് അലുമിന. അലുമിനയുടെ മോളിക്കുലാർ ഫോർമുല, തന്മാത്രാ സൂത്രം എന്താണ്? Al2O3. Al2O3 ആണ് അലുമിന. Al2O3 മറന്നു പോകരുത് കേട്ടാ. Al2O3 അലുമിന, Al2O3. നമുക്ക് വളരെ പ്രാസം ഒപ്പിച്ച് പറയാവുന്നതാണ്. അലുമിന Al2O3, അലുമിന Al2O3 പഠിച്ചു വെക്കുക. ഏത് ഉറക്കത്തിൽ നിങ്ങൾ ആൻസർ പറയണം കേട്ടാ. അലുമിനയുടെ കെമിക്കൽ ഫോർമുലയാണ് എന്ത്? Al2O3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ 3rd ചാപ്റ്ററിൽ നിന്നാണ്. ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ മോൾട്ടൻ NaCl. ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ. ടീച്ചർ മലയാളം പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ടീച്ചർ മലയാളം പറയണ്ട. അപ്പൊ മലയാളം എഴുത്തിലെ കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കാട്ടാ. ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു. 3rd ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ്. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ NaCl-ഉം ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷനും. NaCl ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണവും അതേപോലെ സോഡിയം ക്ലോറൈഡിൻ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞ ഈ 2 ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3rd ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ മോൾട്ടൻ NaCl? ഉരുകിയ സോഡിയം ക്ലോറൈഡിലുള്ള അയോണുകൾ ഏതെല്ലാം? ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ആലോചിക്കുക, ഇമാജിൻ ചെയ്യുക. നമ്മൾ എന്താ ചെയ്യണത്? മോൾട്ടൻ NaCl ഉരുകിയ സോഡിയം ക്ലോറൈഡിന് നമ്മൾ ഒരു ബീക്കറിൽ എടുക്കും. എന്നിട്ട് അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടും. അതിന് വേണ്ടിയിട്ട് ആനോഡും കാഥോഡും ഒക്കെ എടുത്തു. പോസിറ്റീവ് ഇലക്ട്രോഡാണ് ആനോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡാണ് നമ്മുടെ കാഥോഡ്. എന്നിട്ട് ഈ മോൾട്ടൻ NaCl അല്ലെങ്കിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ കൂടെ നമ്മൾ എന്ത് കടത്തിവിടാണ്? വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടാണ്. ഓക്കെ, അപ്പൊ അത്ര നേരം ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോ NaCl സ്പ്ലിറ്റ് ആവും. സോഡിയം ക്ലോറൈഡ് സ്പ്ലിറ്റ് ആയിട്ട് അവ 2 വഴിക്കായി Naയും Cl ആയിട്ട് മാറും. ഓക്കെ, 2 വഴിക്കാവും, Naയും Cl ആയിട്ട് സെപ്പറേറ്റ് ആവും. ആദ്യത്തെ ആൾക്ക് പോസിറ്റീവ് ചാർജ്, രണ്ടാമത്തെ ആൾക്ക് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിടും. Naയും Cl-ഉം സെപ്പറേറ്റ് ആയിട്ട് Na+Cl- ആയിട്ട് മാറും. ഓക്കെ, പോസിറ്റീവ് അയോൺ നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് അയോണുകളെ കാറ്റയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് അയോണിനെ നമ്മൾ ആനയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് അയോൺ നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കും, നെഗറ്റീവ് അയോൺ നമ്മൾ ആനയോൺ എന്ന് വിളിക്കും. കാറ്റയോൺസ് പോണ സ്ഥലമാണ് കാഥോഡ്. കാറ്റയോൺസ് പോണ സ്ഥലമാണ് കാഥോഡ്. ആനയോൺസ് പോണ സ്ഥലമാണ് ആനോഡ്. ഓക്കെ, കാറ്റയോൺസ് കാഥോഡിലേക്ക് പോകും, ആനയോൺസ് ആനോഡിലേക്ക് പോകും. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണ് നടക്കുക. ഓക്സീകരണം എന്നാണ് മലയാളത്തിൽ പറയാം കേട്ടോ. കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണമാണ് നടക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ എഴുതി വെക്കാം. ഇങ്ങനെ എഴുതിയതിനു ശേഷം നമുക്ക് തെറ്റാണ്ട് തന്നെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ മോൾട്ടൻ NaCl? ഉരുകിയ സോഡിയം ക്ലോറൈഡിലുള്ള അയോണുകൾ ഏതെല്ലാം? ആൻസർ നമുക്ക് കിട്ടിയാലോ. ഏതൊക്കെ അയോണുകളാണുള്ളത്? അയോൺ എന്ന് പറയുമ്പോൾ ചാർജ് ഉള്ള ആൾക്കാരാണ് അയോൺ എന്ന് പറയണേ. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടണമെങ്കിൽ ചാർജ് അടക്കം എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. മാർക്ക് കിട്ടുള്ളൂ, അല്ലാണ്ട് Na,Cl എന്ന് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. Na+,Cl- എന്ന് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. മോൾട്ടൻ സോഡിയം ക്ലോറൈഡിലുള്ള അയോണുകളാണ് ഏതെല്ലാം? Na+,Cl-. ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്.
ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുക. ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷന്റെ സമവാക്യം നമ്മൾ എഴുതണം. ഓക്കെ, ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷന്റെ സമവാക്യം നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോ ഒരു റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവിടേക്ക് പോയിട്ടുള്ള ആളുടെ പേരെഴുതാം, അയോണിന്റെ പേരെഴുതാം. ആനോഡിലേക്ക് പോയിട്ടുള്ള അയോൺ ആണ് ആര്? Cl-. അപ്പൊ നമ്മള് Cl- ആദ്യം എഴുതി. ഓക്കെ, ഇനി ഈ പറയുന്ന Cl- ആനോഡിലേക്ക് പോയിട്ടുള്ള ഈ അയോണിനാണ് എന്ത് സംഭവിക്കുക? Cl- ഓക്സിഡേഷൻ സംഭവിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പൊ ആനോഡിലേക്ക് പോയിട്ടുള്ള നെഗറ്റീവ് അയോൺ ആയിട്ടുള്ള Cl- എന്ത് ചെയ്യും? ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. ഓക്കെ, എത്ര ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും? ഓക്കെ, എത്ര ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. ഇവിടെ Cl- ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അപ്പൊ Cl- ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്തിട്ട് ക്ലോറിൻ ആറ്റമായിട്ട് മാറും. ഇങ്ങനെ എഴുതിയാൽ എന്റെ കുട്ടികൾക്ക് മാർക്ക് കിട്ടും. ടെസ്റ്റിലുള്ളത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. ക്ലോറിൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിൽ തന്നെ Cl2 എന്ന് എഴുതാം. സോ ക്ലോറിൻ എപ്പോഴും Cl2 എന്ന ഫോമിലാണ് നിൽക്കുക. ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതണമെങ്കിൽ എളുപ്പത്തിൽ ആൻസർ എഴുതാം കേട്ടോ. ക്ലോറിൻ എപ്പോഴും Cl2 എന്ന ഫോമിലാണ് നിൽക്കുക. നോക്കിയേ, ഇവിടെ 2 ക്ലോറിൻ ഉണ്ടെങ്കിൽ ഇപ്പത്തെ സൈഡിൽ എത്ര ക്ലോറിൻ വേണം? 2 ക്ലോറിൻ വേണം. അപ്പൊ ഈ 2 Cl- ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. 2 Cl- ഓക്കെ, ഇനി ഒരു Cl- ഒരു ഇലക്ട്രോണിനാണ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 2 Cl- എത്ര ഇലക്ട്രോണിനെ കൊടുക്കും? 2 ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ. 2 ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ആനോഡിലേക്ക് പോയിട്ടുള്ള അയോണിന്റെ പേരെഴുതാ. നിങ്ങൾ ആലോചിക്കുക, ആനോഡിൽ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. ഓക്കെ, ഇവിടെ ആനോഡിലെ റിയാക്ഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാഥോഡിൽ എഴുതി നോക്കാം. കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ ആണ് നടക്കുക. എപ്പോഴും റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാല് ആദ്യം കാഥോഡിലേക്ക് പോയിട്ടുള്ള കാറ്റയോണിന്റെ പേരെഴുതാം. എന്താണ്? Na+. റിഡക്ഷൻ സംഭവിക്കുക. ഇനി നിങ്ങൾ ആലോചിക്കുക, റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിനെ വാങ്ങാം. എത്ര ഇലക്ട്രോണിനെ വാങ്ങും? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വാങ്ങും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളത് അല്ലേ? അപ്പൊ ഇവർ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് സോഡിയം ആറ്റമായിട്ട് മാറും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ടോപ്പിക് പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോകാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write the structural formula of the following compounds. താഴെ പറയുന്ന സംയുക്തങ്ങളുടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതുക. ഓക്കെ, but1ene and but2ene, 2ine. ഓക്കെ, but1ene. ഓക്കെ, but1ene pent2ine. ഇവരെ രണ്ടുപേരെയും സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഘടനാവാക്യം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളോടായിട്ട് ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം കാർബൺ ചെയിൻ ഇങ്ങോട്ട് വരച്ചു വെക്കുക. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ എത്ര കാർബൺ ഉണ്ടായിരിക്കും? പെന്റ് 4 കാർബൺ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം 4 കാർബൺ അങ്ങോട്ട് വരച്ചു. 1 2 3 4. എന്താ പറഞ്ഞേക്കണേ? but1e എന്നാണ്. സ്ട്രക്ചർ വരച്ചതിന് ശേഷം കാർബണിന് നമ്പർ കൊടുക്കാം. 1 2 3. നമ്മളോട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ നമ്പർ ഇട്ടാലും മതി. ഓക്കെ, ഞാനിപ്പോ തൽക്കാലം ഒരു ഡയറക്ഷനിൽ നമ്പർ ഇടുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യണം? but1e എന്നാണ്. അതായത് ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, but1e എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ സിംഗിൾ ബോണ്ട് വരയ്ക്കാം. സാധാരണയായിട്ട് ഒരു കോമ്പൗണ്ടിൽ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറയും. പക്ഷെ സാധാരണ നമുക്ക് അത് പഠിക്കാനില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പേര് നോക്കാം, വേർഡ് റൂട്ട് നോക്കാം, അത്രയും കാർബൺ ആറ്റം അങ്ങോട്ട് വരച്ചു വെക്കുക. എന്നിട്ട് കാർബൺ ആറ്റത്തിന് നമ്പർ ഇടാ. എന്നിട്ട് പേരൊന്നും കൂടെ നോക്കാം. but1e എന്നാണ്. അതിനർത്ഥം എന്താ? ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. നമ്മളിവിടെ ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് വരച്ചു. ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? വാലൻസ് അനുസരിച്ച് അല്ലെങ്കിൽ സംയോജകത അനുസരിച്ച് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. എപ്പോഴും ആലോചിക്കുക, കാർബൺ ചുറ്റും ലെഫ്റ്റ് റൈറ്റ് മുകളിൽ 4 താഴെയൊക്കെ ആയിട്ട് മൊത്തം 4 ബോണ്ടുകളെ പാടുള്ളൂ. ഓൾറെഡി എത്ര ബോണ്ട് ഉണ്ട് നോക്കുക. ബാക്കി ബോണ്ടുകളിൽ ആരാ കൊടുക്കുക? ഹൈഡ്രജനെ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഒന്നാമത്തെ കാർബൺ നോക്കിയേ, 2 ബോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എത്ര എണ്ണം പറ്റും? ആകെ 4 എണ്ണല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇനി ബാക്കി 2 എണ്ണം പറ്റും. ആ 2 സ്ഥലത്ത് ആര് വരും? ഹൈഡ്രജൻ വരും കേട്ടോ. മാറ്റിണ്ട്. ഓക്കെ,
ഇവിടെ 2 ഹൈഡ്രജൻ വരും. ഇവിടെയും ഇവിടെ ഈ കാർബൺ നോക്കാം, എത്ര ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? 1 2 3 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എത്ര എണ്ണം പറ്റുള്ളൂ? ഒരെണ്ണം പറ്റുള്ളൂ. സോ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഇനി ഈ കാർബൺ നോക്കാം, 2 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി 2 ബോണ്ടിലും ആര് വരും? ഹൈഡ്രജൻ വരും. ഓക്കെ, ഈ കാർബൺ നോക്കാം, ഒരു ബോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എത്ര എണ്ണം പറ്റും? 3 എണ്ണമാണ് പറ്റുക. ആ 3 സ്ഥലത്തും ആര് വരും? ഹൈഡ്രജൻ വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബ്യൂട്ട് 1 ഇന്റെ സ്ട്രക്ചർ. ഓക്കെ, ബ്യൂട്ട് 1 ഇന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാർബൺ ആറ്റം എണ്ണ, കാർബണ് ചുറ്റുമുള്ള ബോണ്ട് എണ്ണ, ബാലൻസ് എത്രയാണ്? കാർബണിന്റെ 4 ആണ്. അതായത് കാർബണ് ചുറ്റും 4 ബോണ്ടുകളെ പാടുള്ളൂ. ഓൾറെഡി എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കാം. ബാലൻസ് തികയാനായിട്ട് ഇനി എത്ര എണ്ണം വേണം നോക്കാം. അത്രയും ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എളുപ്പമാണ് കേട്ടോ. അപ്പൊ ബ്യൂട്ട് 1 ഇന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്തത് വരയ്ക്കാം. എത്രയാണ്? പെന്റ് 2 ഐൻ. ആദ്യം നമ്മള് വേർഡ് റൂട്ട് നോക്കാം. വേർഡ് റൂട്ട് എന്താണ്? പെന്റ് എന്നാണ്. അതായത് നമുക്ക് 5 കാർബൺ ആറ്റം ആണ് വേണ്ടത്. നമ്മളപ്പോ എന്ത് ചെയ്യണം? 5 കാർബൺ ആറ്റം വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഇടാം. നമ്പർ ഇടുമ്പോൾ കുറച്ച് മുകളിലേക്ക് നീക്കിട്ടിടാം കേട്ടോ. കുറച്ച് നീക്കിട്ടിടാം. 1 2 3 4 5. എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ഐൻ. അതായത് രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഐ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്. ബാക്കിയുള്ളടത്തൊക്കെ സിംഗിൾ ബോണ്ട് വരച്ചു കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം? കാർബണിന്റെ വാലൻസി 4 ആണ്. ഓൾറെഡി കാർബണ് ചുറ്റും എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കാം. വാലൻസി 4 തികയാനായിട്ട് എത്ര വേണം? എത്ര കൂടി വേണം നോക്കാം. അത്രയും ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നോക്കാം, ഒന്നാമത്തെ കാർബൺ ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എത്ര എണ്ണം പറ്റും? 4 എണ്ണം. സോറി, ഇനി 3 എണ്ണം പറ്റും. അപ്പൊ 3 സ്ഥലത്ത് ആര് വരും? ഹൈഡ്രജൻ വരും. ഇനി ഈ കാർബൺ നോക്കിയേ, 1 2 3 4 4 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ ആര് വരില്ല? ഹൈഡ്രജൻ വരില്ല. മൂന്നാമത്തെ കാർബൺ നോക്കാം. ഇവിടെ 3 ബോണ്ട് ഉണ്ട്, ഇപ്പുറത്ത് ഒരു ബോണ്ട് ഉണ്ട്. അതായത് മൊത്തം 4 എണ്ണമായി. ഇനി ഇവിടെ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നാലാമത്തെ കാർബൺ നോക്കാം. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട്. ഇനി എത്ര എണ്ണം പറ്റും? 2 എണ്ണം പറ്റും. അവിടെ ആര് വരും? ഹൈഡ്രജൻ വരും. ഏറ്റത്തുള്ള കാർബൺ നോക്കാം, ഒരു ബോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി 3 എണ്ണം പറ്റും. ആ 3 സ്ഥലത്ത് ആര് വരും? ഹൈഡ്രജൻ വരും. ഇതാണ് നമ്മുടെ പെന്റ് 2 ഐന്റെ സ്ട്രക്ചർ. ഹൈഡ്രജൻ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. ഓക്കെ, ഇതാണ് നമ്മുടെ പെന്റ് 2 ഐന്റെ സ്ട്രക്ചർ. അപ്പൊ എപ്പോഴും നമ്മളോടായിട്ട് ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാർബൺ ചെയിൻ എണ്ണ, അതായത് വേർഡ് റൂട്ട് നോക്കിയിട്ട് എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ വരയ്ക്കുക. കാർബൺ ആറ്റത്തിന്റെ നമ്പർ ഇടുക. ഏത് കാർബൺ കഴിഞ്ഞിട്ടാണോ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് അത് വരച്ചു വെക്കുക. ബാക്കിയുള്ളിടത്തൊക്കെ സിംഗിൾ ബോണ്ട് ഇടുക. പിന്നെ ബാലൻസ് അനുസരിച്ച് ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, കാർബൺ ലെഫ്റ്റ് റൈറ്റ് മുകളിൽ താഴെയൊക്കെ ആയിട്ട് 4 ബോണ്ടുകളെ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. കാർബണിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 4 ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which are the chemicals required for the preparation of ammonia in the laboratory? പരീക്ഷണശാലയില് അമോണിയ നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും, NH4Cl-ഉം CaOH2 അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ചേർന്നിട്ടാണ് ലബോറട്ടറിയിൽ അമോണിയ നമ്മൾ ഉണ്ടാക്കുന്നത്. Which is the drying agent used to remove the moisture from ammonia? ലബോറട്ടറിയിൽ അമോണിയ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന 3 പ്രൊഡക്റ്റുകളാണ് നമുക്ക് കിട്ടുക. കാൽഷ്യം ക്ലോറൈഡ് കിട്ടും, ഉൽപ്പന്നങ്ങള്, അമോണിയ കിട്ടും, വാട്ടർ കിട്ടും. അമോണിയം വാട്ടറും വേപ്പർ സ്റ്റേറ്റിലാണ്. വേപ്പർ സ്റ്റേറ്റിലുള്ള അമോണിയം വാട്ടറും കൂടി ഇങ്ങനെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോ നമുക്ക് ഇതിൽ ആരെ മതി? അമോണിയനെ മതി. വാട്ടറിന് ആവശ്യമില്ല, ജലത്തിന് ആവശ്യമില്ല. അപ്പോ ഈ ജലത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ എന്തിൽ കൂടെ കടത്തി വിടും? ഒരു ഡ്രൈയിങ് ടവറിൽ കൂടെ കടത്തി വിടും. അതിൽ ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ശോഷകാരകമായിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ വിച്ച് ഇസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം അമോണിയ? അമോണിയയിൽ നിന്ന് ഈർപ്പത്തെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ശോഷകാരകത്തിന്റെ പേരെന്ത്? എന്താണത്? കാൽഷ്യം ഓക്സൈഡ്. അപ്പൊ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, അമോണിയയുടെ പരീക്ഷണശാലയിലെ നിർമ്മാണം എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എവിടെ നിന്ന് വേണമെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്ത നോക്കാം. വൈ സൾഫ്യൂരിക് ആസിഡ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജന്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ?
ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ഒരു ശോഷകാരകമാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. അമോണിയയുടെ ലബോറട്ടറി നിർമ്മാണത്തിൽ അമോണിയനെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അല്ല കേട്ടാ, ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. അമോണിയനെ നമ്മൾ ലാബിൽ ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്ന അമോണിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. അമോണിയ ഒരു ബേസ് ആണ്, സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡ് ആണ്. നോർമലി ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, നിർവിരീകരണ രാസപ്രവർത്തനമാണ് നടക്കുക. ഓക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വാട്ടറും സോൾട്ടും ആണ് കിട്ടുക. അപ്പൊ അമോണിയയും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞ സോൾട്ട് ആയിരിക്കും കിട്ടുക. അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞ സോൾട്ട് ആയിരിക്കും കിട്ടുക. അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞ ലവൺ ആയിരിക്കും കിട്ടുക. നമുക്ക് വേണ്ടത് അമോണിയ അല്ലേ? അമോണിയക്ക് പകരം അമോണിയം സൾഫേറ്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അമോണിയയുടെ പരീക്ഷണശാലയിൽ അല്ലെങ്കിൽ ലബോറട്ടറി പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. മനസ്സിലായല്ല? എന്താണ് പറയുന്നത്? അമോണിയ ഒരു ബേസ് ആണ്, അല്ലെങ്കിൽ അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ, സൾഫ്യൂരിക് ആസിഡ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. സൾഫ്യൂരിക് ആസിഡിന് അമ്ല സ്വഭാവമാണ്. അവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുകയും സോൾട്ടും വാട്ടറും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, സോൾട്ട് ആൻഡ് വാട്ടർ വിൽ ബി ഫോംഡ്. അപ്പൊ അമോണിയക്ക് പകരം അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞ സോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷനിൽ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. C2H2A, C4H6 are successive members of same homologous series. ഒരേ ഹോമോലോഗസ് സീരീസിലെ തൊട്ടടുത്ത രണ്ട് മെമ്പേഴ്സ് ആണ് C2H2ഉം A എന്ന് പറഞ്ഞാൽ എയുടെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ C4H6ഉം. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് A. A എന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു ഹോമോലോഗസ് സീരീസിലെ തൊട്ടടുത്ത രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ് ഉള്ളത്. അതായത് ആദ്യത്തെ ആളെ തന്നിട്ടുണ്ട് ആരാ? C2H2. അടുത്ത ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? കാർബണിന്റെ എണ്ണം ഒരെണ്ണം കൂട്ടാ, ഹൈഡ്രജന്റെ എണ്ണം രണ്ടെണ്ണം കൂട്ടാ. അപ്പൊ അടുത്ത ആളുടെ എന്താ വരാ? C2 എന്നുള്ളത് എന്താവും? C3 ആവും. ഹൈഡ്രജന്റെ H2 എന്നുള്ളത് എന്താവും? H4 ആവും. ഓക്കെ, C3H4 ആണ് അടുത്ത മെമ്പർ. അടുത്ത ആളുടെ എങ്ങനെ കണ്ടുപിടിക്കുക? പറഞ്ഞ പോലെ കാർബണിന്റെ എണ്ണം ഒരെണ്ണം കൂട്ടാ, അപ്പൊ C4 എന്നാവും. ഹൈഡ്രജന്റെ എണ്ണം രണ്ടെണ്ണം കൂട്ടാ, അപ്പൊ എന്താവും? H6 എന്നാവും. അടുത്ത ആൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കാർബണിന്റെ എണ്ണം ഒരെണ്ണം കൂട്ടാ, അപ്പൊ C5 ആവും. H6 എന്നുള്ളത് H8 ആവും. എപ്പോഴും ഓർത്തു വെക്കുക, ഒരു ഹോമോലോഗസ് സീരീസിലെ തൊട്ടടുത്ത രണ്ട് ആൾക്കാർ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ് ഉള്ളത്. ഇനി ടു വിച്ച് കാറ്റഗറി ഡസ് ദിസ് ഹോമോലോഗസ് സീരീസ് ബിലോങ്? ഈ ഹോമോലോഗസ് സീരീസ് ഏത് കാറ്റഗറിയിലാണ് വിടുന്നത്? ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? നമുക്കറിയാം ആൽക്കെയിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. അതായത് കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണെങ്കിൽ അത് ആൽക്കെയിൻ ആയിരിക്കും. അത് ആൽക്കെയിൻ ആയിരിക്കും. ഇവിടെ പറയാണ് കാർബണിന്റെ ആൽക്കെയിന്റെ ജനറൽ ഫോർമുലയാണ് CnH2n+2. അതായത് ഹൈഡ്രജന്റെ എണ്ണം കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 എണ്ണം കൂടുതലാണെങ്കിൽ, കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണെങ്കിൽ അത് ആൽക്കീൻ ആയിരിക്കും. കാർബണിന്റെ ഇനി ആൽക്കീന്റെ ജനറൽ ഫോർമുലയാണ് CnH2n. അതായത് കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽക്കീൻ ആയിരിക്കും. ഇനി കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കുറവാണെങ്കിൽ അത് ആൽക്കൈൻ ആയിരിക്കും. ഓക്കെ, ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നാണ് ടീച്ചർ പറയണത്. നോക്കിയേ, കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണെങ്കിൽ അത് ആൽക്കെയിൻ ആയിരിക്കും. കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽക്കീൻ ആയിരിക്കും. കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കുറവാണെങ്കിൽ അത് ആൽക്കൈൻ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, കാർബണിന്റെ എണ്ണം 2, 2ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 4, 4നേക്കാളും 2 കുറവാണ് ഇവിടെ അല്ലെ. C2H2 എന്ന് പറയുമ്പോൾ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കുറവാണ്. ഇവിടെ നോക്കിയേ, C3 3 കാർബൺ ഉണ്ട്, ഇരട്ടി എന്ന് പറയുമ്പോൾ 6, ഇരട്ടിനേക്കാളും 2 എണ്ണം കുറവെന്ന് പറയുമ്പോൾ C3H4 എന്ന് പറയുമ്പോൾ കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കുറവാണ്. സോ ഇത് ആൽക്കൈൻ ആണ്. ഇനി റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ദിസ് ഹോമോലോഗസ് സീരീസ്. ഈ ഹോമോലോഗസ് സീരീസിന്റെ പൊതു സമവാക്യം എഴുതുക. എന്താണത്? CnH2
N-2. അപ്പൊ എപ്പോഴും ഓർക്കുക, ഇരട്ടി ഹൈഡ്രജൻ ആൽക്കീൻ, ഇരട്ടിനേക്കാൾ 2 എണ്ണം കുറവാണെങ്കിൽ ആൽക്കൈൻ, ഇരട്ടിനേക്കാൾ 2 എണ്ണം കൂടുതലാണെങ്കിൽ ആൽക്കീൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിൽവർ ഈസ് കോട്ടഡ് ഓൺ അയൺ ബാങ്കിൾ. നമ്മൾ അയൺ ബാങ്കിളുമോ സിൽവർ കോട്ട് ചെയ്യാൻ പോവാണ്. വിച്ച് ഈസ് ദ ആനോഡ്, വിച്ച് ഈസ് ദ കാഥോഡ് ആൻഡ് വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ്. നമുക്കറിയാം ഏത് മെറ്റലുമെയാണോ കോട്ടിംഗ് കൊണ്ടുവരേണ്ടത് അതാണ് നമ്മുടെ കാഥോഡ്. ഏത് മെറ്റലുമെയാണ് കോട്ടിംഗ് കൊണ്ടുവരേണ്ടത്? അയൺ ബാങ്കിളുമെയാണ് കോട്ടിംഗ് കൊണ്ടുവരേണ്ടത് അല്ലെ. അപ്പൊ അയൺ ബാങ്കിളാണ് നമ്മുടെ കാഥോഡ്. ഏത് മെറ്റലുമെയാണോ പൂശേണ്ടത് അല്ലെങ്കിൽ ആവരണം കൊണ്ടുവരേണ്ടത് അതാണ് നമ്മുടെ കാഥോഡ്. അയൺ ബാങ്കിളുമെയാണ് കോട്ടിംഗ് കൊണ്ടുവരേണ്ടത്. സോ അയൺ ബാങ്കിളാണ് നമ്മുടെ കാഥോഡ്. ഏത് മെറ്റൽ ഉപയോഗിച്ചിട്ടാണോ കോട്ടിംഗ് കൊണ്ടുവരേണ്ടത് അതാണ് നമ്മുടെ ആനോഡ്. ഇവിടെ നോക്കി, സിൽവർ ആണ് കോട്ട് ചെയ്യേണ്ടത്. അപ്പൊ സിൽവർ നമ്മുടെ ആനോഡ്. ഇനി എന്ത് ചെയ്യണം? ഇലക്ട്രോലൈറ്റ്. ആനോഡ് ആയിട്ട് എടുത്തിട്ടുള്ള മെറ്റൽ ഏതാണോ അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. ഇവിടെ ആനോഡ് ആരാണ്? സിൽവർ ആണ്. സിൽവറിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മള് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ AgNO3 സൊല്യൂഷൻ എടുക്കും. അല്ലെങ്കിൽ സിൽവർ സൈനൈഡും സോഡിയം സൈനൈഡും തമ്മിൽ മിക്സ് ചെയ്യും. അതാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. ഒന്നില്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് എടുക്കും, അല്ലെങ്കിൽ സിൽവർ സൈനൈഡും സോഡിയം സൈനൈഡും തമ്മിൽ മിക്സ് ചെയ്യും. അതാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. സിൽവർ അയൺ ബാങ്കിളുമ പൂശാണ്, അല്ലെങ്കിൽ സിൽവറിന്റെ ആവരണം നമ്മൾ അയൺ ബാങ്കിളുമ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ ആനോഡ് ആയിട്ട് എടുക്കേണ്ടത് ആരെയാണ്? കാഥോഡ് ആയിട്ട് എടുക്കേണ്ടത് ആരെയാണ്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് ആരെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആനോഡ് എന്ന് പറയുന്നത് സിൽവർ, കാഥോഡ് അയൺ ബാങ്കിള്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരാം ഒന്നില്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ സോഡിയം സൈനൈഡും സിൽവർ സൈനൈഡും തമ്മിൽ മിക്സ് ചെയ്യും. ആ സൊല്യൂഷൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ, മെറ്റല് റിഫൈനിങ് മെത്തേഡ്. ലോഹത്തിന്റെ പേര് ശുദ്ധീകരണ മാർഗം. മെർക്കുറി. മെർക്കുറിനെ നമ്മൾ ഡിസ്റ്റിലേഷൻ വഴിയാണ് റിഫൈൻ ചെയ്യുന്നത് കേട്ടാ. സ്വേദനം വഴിയാണ് റിഫൈൻ ചെയ്യുന്നത്. കോപ്പർ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ് അവിടെ നടത്തുക. ഓക്കെ, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ടിന്ന് ലെഡ് ഒക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലിക്വേഷൻ ആണ് ചെയ്യുക. ഉരുക്കി വേർതിരിക്കൽ. ലിക്വേഷൻ അല്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓരോ റിഫൈനിങ് മെത്തേഡ്സും എക്സാമ്പിൾ അടക്കം പഠിക്കണം. 4ാമത്തെ ചാപ്റ്ററിൽ എന്ത് ടോപ്പിക് പഠിച്ചാലും എല്ലാത്തിന്റെയും എക്സാമ്പിൾ അടക്കമാണ് നമ്മൾ പഠിക്കേണ്ടത്. എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻഫ്ലുവൻസ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ്. താഴെ പറയുന്ന മാറ്റങ്ങള് ഉൽപ്പന്നത്തിന്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവ് കൂടാണോ കുറയാണോ എന്ന് ആൻസറിൽ സ്പെസിഫൈ ചെയ്ത് പറയണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് മാർക്ക് കിട്ടുള്ളൂ. എപ്പോഴും ആലോചിക്കുക, ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവ് കൂടും, ഉൽപ്പന്നത്തിന്റെ അളവ് കൂടും. ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവ് കുറയും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നോക്കാം, പ്രഷർ ഇൻക്രീസസ്. മർദ്ദം കൂടുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന റിയാക്ഷൻ ആണ് നടക്കുക. പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്ന റിയാക്ഷൻ ആണ് നടക്കുക. ഇനി തന്നിട്ടുള്ള റിയാക്ഷനിൽ റിയാക്ടന്റ് ആകെ മോൾ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, പ്രൊഡക്റ്റ് ആകെ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാം കേട്ടോ. റിയാക്ടന്റ് അല്ലെങ്കിൽ അഭികാരകങ്ങള് ആകെ എത്ര ഉണ്ടെന്ന് നോക്കാം. അതേപോലെ ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആകെ എത്ര മോൾ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഈ ഫ്രണ്ടിലുള്ള നമ്പറിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. നോക്കിയേ, നമ്പർ ഓഫ് മോൾസ് കണക്കാക്കുമ്പോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുമ്പോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം മാത്രം എടുത്താൽ മതി. കാരണം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ? പ്രഷർ അല്ലെങ്കിൽ മർദ്ദം ഉള്ളൂ. അതായത് ബ്രാക്കറ്റിൽ G ഉള്ള ഒരു നമ്പർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നോക്കാൻ, നൈട്രജൻ ബ്രാക്കറ്റിൽ G ഉണ്ട്, എത്ര മോൾ ഉണ്ട്? 1 മോള്. ഇനി ഹൈഡ്രജൻ എത്ര മോൾ ഉണ്ട്? 3 മോള്. ആകെ ഇവിടെ റിയാക്ടന്റ് അല്ലെങ്കിൽ അഭികാരങ്ങൾ 4 മോളാണ് ഉള്ളത്. പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അമോണിയ, അത് 2 മോളാണ് ഉള്ളത്. ഇനി ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം നടക്കുമ്പോ 4 മോള് 2 മോളായിട്ട് മാറാണ്. ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം നടക്കുമ്പോൾ 4 മോള് 2 മോളായിട്ട് മാറുന്നു. ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം നടക്കുമ്പോ 2 മോള് 4 മോളായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞു ഇവിടെ പ്രഷർ കൂട്ടാണ്. പ്രഷർ കൂട്ടുമ്പോ മോളുകളുടെ എണ്ണം കുറയുന്ന റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോഴാണ് മോളുകളുടെ എണ്ണം കുറയുന്നത്. അപ്പൊ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം നടക്കുകയും ഉണ്ടായിട്ടുള്ള ഉൽപ്പന്നത്തിന്റെ അളവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. നമ്മൾ ആൻസറിൽ എന്താ എഴുതണ്ടേ? ഫോർവേഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് വിൽ
increase. Okay, next condition നോക്കാം. Temperature decreases. നമ്മൾ രണ്ട് കാര്യം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. എന്താ? ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ എൻഡോ, ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ എക്സോ. ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ താപശോഷക രാസപ്രവർത്തനമാണ് നടക്കുക. ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ താപമോചക രാസപ്രവർത്തനമാണ് നടക്കുക. ഓക്കെ, ഇനി തന്നിട്ടുള്ള ഇക്വേഷനില് ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ എൻഡോതെർമിക്, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ എക്സോതെർമിക്, പുരോപ്രവർത്തനാണോ പശ്ചാത് പ്രവർത്തനാണോ താപമോചകം, പുരോപ്രവർത്തനാണോ പശ്ചാത് പ്രവർത്തനാണോ താപശോഷകം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഒരാളെയാണ് നമ്മൾ നോക്കേണ്ടത്. ആരാണ് അയാള്? നമ്മുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ താപം, ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എവിടെയാണെന്ന് നോക്കാം. ഹീറ്റ് എന്ന് പറയുന്ന ആള് പ്രൊഡക്റ്റിന്റെ ഒപ്പം ആണെങ്കിൽ, ഹീറ്റ് എന്ന് പറയുന്ന ആള് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഒപ്പം ആണെങ്കിൽ, ഹീറ്റ് പ്രൊഡക്റ്റിന്റെ ഒപ്പം ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആയിരിക്കും. ഹീറ്റ് പ്രൊഡക്റ്റിന്റെ ഒപ്പം ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്, അല്ലെങ്കിൽ പുരോപ്രവർത്തന താപമോചകമാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം എൻഡോതെർമിക് ആണ്, അല്ലെങ്കിൽ താപശോഷകമായിരിക്കും. അപ്പൊ തന്നിട്ടുള്ള റിയാക്ഷനില് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്, താപമോചകമാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, താപശോഷകമാണ്. എൻഡോതെർമിക് താപശോഷകമാണ്. ഇവിടെ നോക്കിയേ, ടെമ്പറേച്ചർ കുറച്ചേക്കുവാണ്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോ എക്സോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപമോചക രാസപ്രവർത്തനമാണ് നടക്കുക. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് എക്സോതെർമിക്. സോ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയും പ്രൊഡക്റ്റിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഓക്കെ, താപശോഷക രാസപ്രവർത്തനമായിട്ടുള്ള പുരോപ്രവർത്തനം നടക്കുന്നു, ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുന്നു. അത്ര എഴുതിയാൽ മതി, ഒരു മാർക്ക് കിട്ടും. അടുത്ത നോക്കിയേ, ഓക്സിജൻ അല്ല നൈട്രജൻ ഈസ് ആഡഡ് ടു ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് നൈട്രജൻ ആഡ് ചെയ്യാണ്. ഒരാളെ ആഡ് ചെയ്യുന്നു വെച്ചാൽ എന്താ അർത്ഥം? അതിന്റെ അളവ് കൂട്ടാ. ആഡ് ചെയ്ത ആള് അല്ലെങ്കിൽ അളവ് കൂട്ടിയ ആള് റിയാക്ടന്റ് ആണോ പ്രൊഡക്റ്റ് ആണോ നോക്കാം. ഓക്കെ, നൈട്രജൻ എവിടെയാണുള്ളത്? റിയാക്ടന്റ് സൈഡിലാണുള്ളത് അല്ലെ, അഭികാരകമാണ് നൈട്രജൻ. അപ്പൊ അഭികാരകത്തിന്റെ അളവ് കൂട്ടിയാല് എന്താ നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, പുരോപ്രവർത്തനം നടക്കും. അപ്പൊ ആൻസർ എന്താ എഴുതണ്ടേ? ഫോർവേഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. പുരോപ്രവർത്തനം നടക്കുകയും ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അടുത്ത നോക്കാം, NO2 അല്ല NH3 ആണ് കേട്ടാ. NH3 ഈസ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. അമോണിയനെ നമ്മൾ ഈ സിസ്റ്റത്തിൽ നീക്കം ചെയ്യാണ്. ഈ നീക്കം ചെയ്ത ആള്, നീക്കം ചെയ്യുന്ന വെച്ചാൽ എന്താ അർത്ഥം? അളവ് കുറയ്ക്കാം. ഈ നീക്കം ചെയ്ത ആള് റിയാക്ടന്റ് ആണോ പ്രൊഡക്റ്റ് ആണോ? എവിടെയാണുള്ളത് അമോണിയ? ഉൽപ്പന്നത്തിന്റെ വശത്താണ്. അമോണിയ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. പ്രൊഡക്റ്റിനെ നീക്കം ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രൊഡക്റ്റിന്റെ അളവ് കുറയ്ക്കാം. പ്രൊഡക്റ്റിന്റെ അളവ് കുറച്ചാൽ എന്താ പറ്റുക? നമ്മുടെ ലേഷാട്ട്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് സിസ്റ്റം എന്ത് ചെയ്യും? പ്രൊഡക്റ്റിന്റെ അളവ് കൂട്ടാൻ ശ്രമിക്കും. പ്രൊഡക്റ്റിന്റെ അളവ് കൂട്ടാനുള്ള ഏക വഴി എന്താ? ഫോർവേഡ് റിയാക്ഷൻ നടത്താം. അപ്പൊ എന്ത് ചെയ്യും? പ്രൊഡക്റ്റിന്റെ അളവ് കുറച്ചാല് ഫോർവേഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് വിൽ ഇൻക്രീസ്. പുരോപ്രവർത്തനം നടക്കുകയും ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മുടെ എക്സാമിന് എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ അടുത്ത ക്വസ്റ്റൻ നോക്കാം. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചർ ആണ് തന്നിട്ടുള്ളത്. പല ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നിനും നെയിം ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു കോമ്പൗണ്ട് തന്നാല് അത് ഏത് ടൈപ്പ് ആണെന്ന് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ നോക്കിയേ, സ്ട്രെയിറ്റ് ചെയിൻ അല്ല, ഡബിൾ ബോണ്ട് ഇല്ല, ട്രിപ്പിൾ ബോണ്ട് ഇല്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. ഇതൊരു ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ ആണ്. ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ എങ്ങനെയാ നമ്മൾ നെയിം ചെയ്യുക? ആദ്യം തന്നെ പല രീതിയിൽ എണ്ണി നോക്കും. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അതിൽ പെടാത്ത ആളെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് സെലക്ട് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ നെയിം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് അങ്ങനെ തന്നെ നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് എഴുതാം. CH3 CH2 CH2 CH3 CH3 ഇതാണ് സ്ട്രക്ചർ. ഇനി എന്ത് ചെയ്യുക? കലങ്ങും വിലങ്ങുമായിട്ട് പല രീതിയിൽ എണ്ണി നോക്കാം. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. നോക്കി, ആദ്യം നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെയിൻ എടുത്തു, മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൽ പെടാത്ത ഇയാളായിരിക്കും നമ്മുടെ ബ്രാഞ്ച്. എണ്ണി നോക്കി, എത്ര കാർബൺ? 1 2 3 4 5 5 കാർബൺ ആണ് മെയിൻ ചെയിനിൽ ഉള്ളത്. ഇത് മാച്ചിട്ട് നോക്കി, ഇങ്ങനെ ഒരു ചെയിൻ വരുന്നുണ്ട്. ഇത് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പുറത്തുള്ള ആളാണ് നമ്മുടെ ബ്രാഞ്ച് ആയിട്ട് വരാ. അപ്പൊ എണ്ണി നോക്കുക, എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. ഇവിടെ 5 എണ്ണം ഉള്ളത് കേട്ടാ. നേരത്തെ 5 എണ്ണമായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. ഇനി വല്ല ചെയിൻ പോസിബിൾ ആണോ നോക്കിയേ.
ഇനി ഒരു ചെയിൻ പോസിബിൾ ആണ്, പക്ഷെ അത് നടക്കൂലെന്ന് അറിയാം നമുക്ക് അല്ലെ. നോക്കിയേ, ഇങ്ങനെ ഒരു ചെയിനും കൂടെ വരുന്നുണ്ട്. ഇവിടെ 3 ഉള്ളൂ. അപ്പൊ ഇതായിരിക്കും ബ്രാഞ്ച് ആയിട്ട് വരാം, പക്ഷെ ഇത് പറ്റില്ല. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ്. നേരെ വരുമ്പോഴും ഇങ്ങനെ വരുമ്പോഴും 5 കാർബൺ ഉണ്ട്. സോ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നേരെ ഉള്ളത് എടുത്തു. സ്ട്രെയിറ്റ് ചെയിൻ ഞാൻ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ബ്രാഞ്ച്. മെയിൻ ചെയിനിൽ പെടാത്ത ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് നമ്പർ ഇടണം. ഓക്കെ, മെയിൻ ചെയിൻ ആണ് നമ്മൾ നമ്പർ ഇടണ്ടേ, കാർബൺ ആറ്റത്തിനാണ് നമ്പർ ഇടണ്ടേ കേട്ടോ. 2 ഡയറക്ഷനിലും നമ്പർ ഇടാം. കുറച്ച് താഴേക്ക് എടുത്ത് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ കാർബണിന്റെ നമ്പർ ആയിട്ട് ആരും വിചാരിക്കാൻ പാടില്ല. ഓക്കെ, 3, 4, 5. ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ? ഏറ്റവും നീളമുള്ള ചെയിനില്, ഏറ്റവും നീളമുള്ള ശാഖയിൽ അല്ലെങ്കിൽ മുഖ്യ ശാഖയിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ആണുള്ളത്. സോ ആൻസർ എത്രയാണ്? 5. അടുത്തത്, ഗിവ് ദ നെയിം ഓഫ് ദ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേര് കണ്ടുപിടിക്കുക. ബ്രാഞ്ചിന്റെ പേര് കണ്ടുപിടിക്കുന്നത് ആ ബ്രാഞ്ചിലുള്ള കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ്. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ആണുള്ളത് അല്ലെ. ഒരു കാർബൺ ഉള്ള ബ്രാഞ്ചിനെ നമ്മള് മീഥൈൽ എന്നാണ് വിളിക്കുക കേട്ടോ. ഒറ്റ കാർബൺ ഉള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മീഥൈല്. ബ്രാഞ്ച് എന്നല്ലാണ്ട് ഈ റാഡിക്കിളിന്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബ്രാഞ്ച് തന്നെയാണ് ഈ റാഡിക്കിൾ കേട്ടോ. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബ്രാഞ്ചിൽ വരുന്ന ആളെ വിളിക്കുന്ന പേരാണ് റാഡിക്കിള്. ബ്രാഞ്ച് ആയിട്ട് വരുന്ന CH3 ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റാഡിക്കിൾ എന്ന് വിളിക്കുക. ഇനി റാഡിക്കിളില് 2 കാർബൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രാഞ്ചില് 2 കാർബൺ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഈഥൈൽ എന്നാണ് വിളിക്കുക കേട്ടോ. ഒറ്റ കാർബൺ ഉള്ള ബ്രാഞ്ചിനെ മീഥൈൽ എന്ന് വിളിക്കും. 2 കാർബൺ ഉള്ള ബ്രാഞ്ചിനെ നമ്മൾ ഈഥൈൽ എന്ന് വിളിക്കും. നോക്കാം, ഗിവ് ദ നെയിം ഓഫ് ദ ബ്രാഞ്ച്. തന്നിട്ടുള്ള കോമ്പൗണ്ടില് ബ്രാഞ്ചിൽ ഒരേ ഒരു കാർബൺ ആറ്റമാണ് ഉള്ളത്. സോ ഈ ബ്രാഞ്ചിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മീഥൈൽ എന്ന് വിളിക്കാം. മീഥൈൽ എന്ന് വിളിക്കാം. ഇനി വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്? അതായത് എത്രാമത്തെ കാർബണുമാണ് ഈ ബ്രാഞ്ച് വരുന്നത്? ഇങ്ങനെ നോക്കുമ്പോ 4ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അടിയിൽ നോക്കുമ്പോ 2ാമത്തെ കാർബണിലാണ് വരുന്നത്. സോ ഓക്കെ, ബ്രാഞ്ച് വരുന്ന കാർബണിന് മിനിമം നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മുകളിൽ നിന്നുമ്പോ 4, അടി നിന്നുമ്പോ 2. നമ്മൾ ഏതെടുക്കും? 2 എടുക്കും. അപ്പൊ ബ്രാഞ്ചിനുള്ള കാർബണിന്റെ പൊസിഷൻ നമ്പർ, സ്ഥാനസംഖ്യയാണ്. ബ്രാഞ്ച് വരുന്ന അല്ലെങ്കിൽ ശാഖ വരുന്ന കാർബണിന്റെ സ്ഥാനസംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2. ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. IUPAC നോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഡൗട്ട് ഒന്നും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോമ്പൗണ്ടിന്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കണേ. നമ്മളൊരു ഓർഡർ പഠിച്ചിട്ടുണ്ട്. ആ ഓർഡർ അങ്ങോട്ട് ഓർത്തു വെക്കുക. ഫസ്റ്റ് എഴുതേണ്ടത് പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, അതായത് ബ്രാഞ്ച് വരുന്ന കാർബണിന്റെ നമ്പർ. അത് എത്രയാണ്? 2. എപ്പോഴും നമ്മൾ നമ്പറിനെയും വേർഡിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഹൈഫൺ വരയ്ക്കണം. 2 എഴുതിട്ട് ഞാൻ ഹൈഫൺ വരച്ചു. അടുത്ത നമ്മൾ എഴുതേണ്ടത് നെയിം ഓഫ് റാഡിക്കിൾ അല്ലെങ്കിൽ നെയിം ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേര് നമുക്കറിയാം, ബ്രാഞ്ചിൽ ഒറ്റ കാർബൺ ഉള്ളൂ. സോ ഈ ബ്രാഞ്ചിന്റെ പേര് എന്തെന്നാ? മീഥൈൽ എന്നാണ്. M ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, മീഥൈൽ. അത് കഴിഞ്ഞിട്ട് ഹൈഫണിന്റെയോ ഗ്യാപ്പിന്റെയോ ഒന്നും ആവശ്യമില്ല. ഇനി എഴുതുന്നത് വേർഡ് റൂട്ട് ആണ്. വേർഡ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മെയിൻ ചെയിനിലുള്ള കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ്. മെയിൻ ചെയിനിൽ 5 കാർബൺ ഉണ്ട്. സോ വേർഡ് റൂട്ട് എന്താ വരാ? പെന്റ് എന്നാണ് വരാ. അപ്പൊ 2 മീഥൈൽ പെന്റ്. ഇങ്ങനെ സഫിക്സ് ആണ് കേട്ടോ. സഫിക്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണം നോക്കിയിട്ടാണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE എന്നാണ് വരാ. എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് വന്നാല് ENE എന്ന് വരും സഫിക്സ്. ട്രിപ്പിൾ ബോണ്ട് വന്നാല് YNE എന്ന് വരും. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ഇവിടെ മൊത്തം സിംഗിൾ ബോണ്ട് ആണ്. സോ സഫിക്സ് എന്താ വരാ? ANE എന്നാണ് വരാ. അപ്പൊ കോമ്പൗണ്ടിന്റെ പേരാണ് 2 മീഥൈൽ പെന്റേൻ. മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയാം. അടുത്ത നോക്കാം, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 5ാമത്തെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. C12H22O11 പഞ്ചസാരയുടെ കെമിക്കൽ ഫോർമുലയാണ്. അപ്പൊ നമ്മൾ പഞ്ചസാരയിലേക്ക് ആഡ് ചെയ്യാണ്? നമ്മുടെ കോൺസെൻട്രേറ്റ് H2SO4 ആഡ് ചെയ്യാണ്. അപ്പൊ എന്താ പറ്റാ? ഈ സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവർക്ക് വെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെ വെള്ളം കണ്ടാലും ഈ സാധനം പോയി പിടിക്കും അല്ലെ. അതായത് ഇവിടെ വെള്ളം ഉണ്ടോ, ഇവർക്ക് വെള്ളമായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഹൈഡ്രജനെയും ഓക്സിജനെയും 2:1 എന്നുള്ള റേഷ്യോയില് വാട്ടർ ആക്കി മാറ്റിയിട്ട് അബ്സോർബ് ചെയ്യാൻ ആർക്ക് പറ്റും? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന് പറ്റും. ഓക്കെ,
അപ്പൊ ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇവിടെയുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും 2:1 എന്നുള്ള റേഷ്യോയിൽ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. ബാക്കി ഇവിടെ ഉള്ളത് ആരാണ്? കാർബൺ ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ആരാണ്? കാർബൺ ആണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ആണ് ആര്? കാർബൺ. ഇനി വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് എക്സിബിറ്റഡ് ഹിയർ? നോക്കി, കളർ ചേഞ്ച് ഉണ്ടോ? ഉറപ്പിച്ചോ, എന്ത് പ്രോപ്പർട്ടിയാണ്? ഡിഹൈഡ്രേഷൻ ആണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡിന്റെ കുറെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ കളർ ചേഞ്ച് അല്ലെങ്കിൽ നിറവ്യത്യാസം വരുന്നത് ഡിഹൈഡ്രേഷൻ നടക്കുമ്പോൾ മാത്രമാണ്. സോ ഇവിടെ കാണിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ ഡിഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ്, അല്ലെങ്കിൽ നിർജ്ജലീകരണ സ്വഭാവമാണ്. അടുത്തൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡ് കിങ് ഓഫ് ആസിഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് മറ്റു പല ആസിഡുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ക്ലോറിനുള്ള കോമ്പൗണ്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ ക്ലോറിനുള്ള ആസിഡ് ഉണ്ടാവും. NO3 ഉള്ള കോമ്പൗണ്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ NO3 ഉള്ള ആസിഡ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, NaCl എന്ന് പറയുമ്പോൾ ഇവിടെ ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. ഇതൊരു ക്ലോറിനുള്ള സോൾട്ട് ആണ്, അല്ലെങ്കിൽ ക്ലോറിനുള്ള കോമ്പൗണ്ട് ആണ്. സോൾട്ട് എന്നാണ് പറയുന്നത്, നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെ പറയണുള്ളൂ കേട്ടാ. അപ്പൊ ക്ലോറിനുള്ള സോൾട്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താല് ക്ലോറിനുള്ള ആസിഡ് ഉണ്ടാവും. ക്ലോറിനുള്ള ആസിഡ് ഏതാ നമ്മൾ പഠിച്ചിട്ടുള്ള ആസിഡ്? HCl. ഓക്കെ, അപ്പൊ NaCl ഉം സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്താല് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. ഇനി ഇവിടെ ബാക്കി ആരൊക്കെ ഉണ്ട് നോക്കി. Na ഉണ്ട്, ഇവിടെ H ഉണ്ട്, SO4 ഉണ്ട്. സോ അടുത്ത പ്രൊഡക്റ്റ് എന്താ? NaHSO4 ആണ് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അർത്ഥവും കൂടെ എഴുതി വെക്കാൻ നോക്കി. NO3, KNO3, പൊട്ടാസ്യം നൈട്രേറ്റ്. NO3 ഉള്ള സോൾട്ട് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താല് NO3 ഉള്ള ആസിഡ് ഫോം ചെയ്യും. NO3 ഉള്ള ആസിഡ് ഏതാ? HNO3. അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ബാക്കി ആരൊക്കെ ഉണ്ട്? ഇവിടെ ബാക്കി ഒരു K ഉണ്ട്, പിന്നെ H ഉണ്ട്, SO4 ഉണ്ട്. അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കിട്ടാം. ഓക്കെ, അപ്പൊ വളരെ എളുപ്പമാണ്. ഈ ഭാഗമൊക്കെ പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവാട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അയൺ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഹെമറ്റൈറ്റ് ബൈ യൂസിങ് ബ്ലാസ്റ്റ് ഫർണസ്. അയണിനെ ഹെമറ്റൈറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ്. വിച്ച് ആർ സബ്സ്റ്റൻസ് ആഡഡ് ടു ബ്ലാസ്റ്റ് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതെല്ലാം? ആരൊക്കെയാണ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്യാം? ഒന്ന് നമ്മുടെ ഓറായിട്ടുള്ള ഹെമറ്റൈറ്റ്, പിന്നെ കോക്ക് അല്ലെങ്കിൽ കാർബൺ എന്ന് പറയും, പിന്നെ കാൽഷ്യം കാർബണേറ്റ്, ലൈംസ്റ്റോൺ. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ, അയണിന്റെ വ്യാവസായിക നിർമ്മാണം എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കും. ഷുഗർ ആണ് കേട്ടോ. വിച്ച് ഇസ് ദ ഗ്യാങ് പ്രസന്റ് ഇൻ ഹെമറ്റൈറ്റ്? ഹെമറ്റൈറ്റിലുള്ള ഗ്യാങ്ങിന്റെ പേരെന്ത്? ഏതാണ്? SiO2 ആണ് ഹെമറ്റൈറ്റിലുള്ള ഗ്യാങ്. വിച്ച് ഇസ് എ റെഡ്യൂസിങ് ഏജന്റ്? നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് റെഡ്യൂസിങ് ഏജന്റ്സിനെ കുറിച്ചേ പഠിക്കാനുള്ളൂ. രണ്ട് റെഡ്യൂസിങ് ഏജന്റ്സിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഒന്ന് നമ്മുടെ കാർബൺ മോണോക്സൈഡും ഒന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് അലുമിനിയത്തിന്റെ കേസിലാണ്. കാർബൺ മോണോക്സൈഡ് ആണ് ഹെമറ്റൈറ്റിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ്. കാർബൺ മോണോക്സൈഡ് ആണ്. റൈറ്റ് ദി ഇക്വേഷൻ ഷോയിങ് ദി റിഡക്ഷൻ ഓഫ് ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റിന്റെ റിഡക്ഷൻ കാണിക്കുന്ന സമവാക്യം എഴുതുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചിട്ട് എക്സാമിന് പോവാട്ടാ. നോക്കാം, Fe2O3 ഒരു ഹെമറ്റൈറ്റ് എടുത്തു, അത് 3 കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. Fe2O3 3 കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോ നമുക്ക് 2 Feയും 1 CO2 3 CO2 കിട്ടി. ഓക്കെ, Fe2O3 3 CO ആയിട്ട് കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് 2 Feനെയും 3 CO2നെയും കിട്ടി. ഇതന്നെയല്ല, ഇവിടെ ഉള്ള കുറെ ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെ ചോദിക്കാം. നമ്മുടെ ഫ്ലെക്സ് ഉണ്ടാവുന്ന ഇക്വേഷൻ ചോദിക്കാറുണ്ട്. എന്താ? കാൽഷ്യം കാർബണേറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോ അത് ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടിച്ചിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നു. ഈ കാൽഷ്യം ഓക്സൈഡ് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ പറയുന്ന കാൽഷ്യം ഓക്സൈഡും സിലിക്കയും SiO2 തമ്മിൽ റിയാക്ട് ചെയ്താല് കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ എന്തുണ്ടാവും? ഗ്യാങ് അല്ല സ്ലാഗ് ഫോം ചെയ്യും. ഗ്യാങ്ങും ഫ്ലെക്സും തമ്മിൽ ചേർന്നാൽ സ്ലാഗ് ഫോം ചെയ്യും. ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കാം. അപ്പൊ ഇതൊക്കെ പഠിക്കാണ് നിങ്ങൾ എക്സാമിന് പോകരുത് കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രക്ചർ ഓഫ് ആൻ ആൽക്കൈൻ ഈസ് ഗിവൺ. ഒരു ആൽക്കൈന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുക. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 4 കാർബൺ ഉണ്ട്. 1 2 3 4 5 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ C4H6 ആണ് അതിന്റെ എന്ത്? മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം. ഓക്കെ, പറയുന്ന ഓർഗാനിക് സംയുക്തത്തിന് തന്മാത്രാ സൂത്രമാണ്. നോക്കാം, എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കി. 1 2 3 4 5 6 ഹൈഡ്രജനും 4 കാർബണും ആണ് ഉള്ളത്. സോ മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം തന്മാത്രാ സൂത്രമാണ് എന്ത്? C4H6 തന്മാത്രാ സൂത്രം കേട്ടാ.
റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഇതൊരു ആൽക്കൈൻ ആണ്. ഞാൻ പറഞ്ഞു ഓരോ ടൈപ്പ് കോമ്പൗണ്ടിന്റെയും നെയിമിങ് ഡിഫറെന്റ് ആണ്. ആൽക്കൈന്റെ നെയിമിങ് എങ്ങനെയാ? ഒരു ഓർഡർ ഉണ്ട്. ആദ്യം നമ്മൾ വേർഡ് റൂട്ട് കണ്ടുപിടിക്കും. വേർഡ് റൂട്ട് എഴുതും, എന്നിട്ട് ഒരു ഹൈഫൺ ഇടാം. പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് ഹൈഫൺ സഫിക്സ്, അതായത് ഇവിടെ y തന്നെയാണ് വരാം. ഓക്കെ, ആദ്യം നമ്മൾ കാർബണിന് എണ്ണം ഇടാം. കാർബണിന് നമ്പർ കൊടുക്കാം. ഓക്കെ, 1 2 3 4 4 കാർബൺ ആറ്റം ആണുള്ളത്. ഇങ്ങോട്ട് നമ്പർ ഇടാം. 1 2 3 4. ഓക്കെ, ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താ? വേർഡ് റൂട്ട്. 4 കാർബൺ വരുമ്പോ വേർഡ് റൂട്ട് എന്താ വരാ? ബ്യൂട്ടൻ എന്നാണ് വരാ. സോ ബ്യൂട്ടൻ നമ്മൾ ആദ്യം എഴുതി, എന്നിട്ട് ഹൈഫൺ ഇടാ. അടുത്തെന്താ? പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട്. എത്രാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്? അതാണ് ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ. ഇങ്ങനെ നോക്കുമ്പോ ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ഇങ്ങനെ നോക്കുമ്പോ മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബണ് മിനിമം നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്തെഴുതും? 1 എന്ന് എഴുതും കേട്ടോ. ബ്യൂട്ട് 1 ഹൈഫൺ സഫിക്സ് y e. ബ്യൂട്ട് 1I എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.